നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി അവന്റെ മുന്നിൽ ചെന്ന് നിവർന്നു നിൽക്കാൻ. ഇനി ചിലപ്പോ ഈ പറഞ്ഞ ശ്രാവണിന്റെ മൃതശരീരമായിരിക്കും അവൻ ഏറ്റുവാങ്ങിയത്. അയാളുടെ ചിതാഭസ്മ കലശമായിട്ടായിരിക്കോ അവൻ എന്നെ വെല്ലുവിളിക്കുന്നത്. അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ശ്രാവണും ദേവികയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അല്ല, അങ്ങനൊരു പേര് കേട്ടതായിട്ടെങ്കിലും ദേവിക ഓർക്കുന്നുണ്ടോ? ശ്രാവൺ? ഇല്ല, എനിക്ക് ശ്രാവണിന്റെ പേരിൽ ആരെയും പരിചയമില്ല. എന്തായാലും ആ പേര് നമുക്ക് ദൈവം കിട്ടുന്ന ഒരു പിടിവള്ളിയാ. ഞാൻ ഈ പേരിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്റെ സോഴ്സുകൾ ഉപയോഗിച്ച് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാതിരിക്കില്ല. അതോടെ കാര്യങ്ങൾക്കൊരു വ്യക്തത വരും. ശ്രാവൺ ആരായിരിക്കും അയാൾ? എന്നതാ മോളെ അവന്റെ പേര്? ശ്രാവൺ. അങ്ങനെയാ സിദ്ധു പറഞ്ഞത്. ശ്രാവൺ? അത് ശരത്തിന്റെ ആരാന്നാ സിദ്ധു പറഞ്ഞേ? അതൊന്നും കൃത്യമായിട്ട് സിദ്ധുവിന് അറിയില്ല. ഒന്നെങ്കിൽ ശരത്തിന്റെ സഹോദരൻ, അതല്ലെങ്കിൽ അടുത്ത ബന്ധു. എന്തായാലും ആരാ എന്താന്നൊക്കെ സിദ്ധു കൃത്യമായിട്ട് കണ്ടെത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, കല്യാണത്തിന് മുൻപ് തന്നെ ശരത്തൊരു കള്ളനാണെന്ന കാര്യം നിത്യ അറിയുമെന്ന്. അതിനുള്ള വഴി ദൈവം കാണിച്ചു തരുമെന്ന്. പക്ഷെ മോളെ, അവനാ പേരിലൊരു ബന്ധു അല്ലെങ്കിൽ ഒരു സഹോദരൻ ഉണ്ടെന്നിരിക്കട്ടെ, അതിന്റെ പേരിൽ അവനെ എന്ത് പറഞ്ഞ് ചോദ്യം ചെയ്യും? എന്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തും? എന്തിനവനതെല്ലാം മറച്ചു വെച്ചു എന്ന് ചോദിക്കാമല്ലോ. അങ്ങനൊരു സഹോദരൻ ഉണ്ടെങ്കിൽ, അവൻ സൂക്ഷിക്കുന്ന ചിതാഭസ്മ കലശം അയാളുടേതാണെങ്കിൽ, അതിന്റെ പേരിൽ എന്നെ എന്തിനാ വേട്ടയാടുന്നതെന്ന് എനിക്ക് ചോദിക്കാമല്ലോ. ശരി. അത് മാത്രല്ല അച്ഛാ, ശരത്തിന്റെ വേരുകൾ ചെകഞ്ഞു പോകുമ്പോ നമുക്കറിയാൻ കഴിയും അവന് പൊന്നുമണിയെ പോലെ മറ്റേതെങ്കിലും ബന്ധങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോന്ന്. നാടകക്കാരെ വേഷം കെട്ടിച്ച് നിർത്തിയിട്ട് നമ്മളെ നാട് മുഴുവൻ ചുറ്റിച്ചവനാ ശരത്ത്. ആ കേട്ടോ പാർവതി, നമ്മുടെ ശരത്ത് മോനെ ശ്രാവൺ എന്ന പേരിലൊരു സഹോദരനുണ്ടെന്ന് ദേവികമോള് പറഞ്ഞതാ. അതിന് അവനോട് ചോദിക്കണ്ടേ പാർവതി? എന്ത്? എന്തിനാ നമ്മളിതൊന്നൊക്കെ മറച്ചു വെച്ചെന്ന്? എന്നിട്ട് അതിന്റെ പേരിൽ ഇവിടെ ഒരു ബഹളം നടക്കാനോ? എന്റെ മനോഹരേട്ട, നിത്യം മോളൊന്ന് സന്തോഷിച്ചോട്ടെ. അതിന് കല്യാണോ? ദൈവത്തെ ഓർത്ത് അതിന്റെ സന്തോഷം തല്ലിക്കെടുത്തരുത് ആരും. അമ്മേ, ദേവികയോട് ഞാൻ അപേക്ഷിക്കുക, നിത്യമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി പുതിയ അന്വേഷണവും കണ്ടെത്തലും ഒക്കെ. നിത്യമോളുടെ കല്യാണം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അവളുടെ അമ്മയാ ഞാൻ. പലർക്കും പലരോടുള്ള പകയുടെ പേരില് നിത്യയ്ക്ക് മുറിവേൽക്കാനും അവള് കരയാനും ഞാൻ സമ്മതിക്കില്ല. മനോഹരേട്ടനും കേട്ടല്ലോ. നിത്യേ, എന്താ ദേവികടുത്തേക്ക്? അല്ല, ദേവികയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നീ എന്നെ ബുദ്ധിമുട്ടി ഏട്ടത്തിന്നൊന്നും വിളിക്കണ്ട. നീ നല്ല മനസ്സോടെ ഏട്ടത്തിന്ന് വിളിക്കുന്ന ഒരു സമയം വരും, അന്ന് വിളിച്ചാ മതി. നിങ്ങക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിത്യമോൾക്ക് ശരത്തിന്റെ ചരിത്രം വല്ലതും അറിയോ? അറിഞ്ഞിട്ടിപ്പൊ നിങ്ങക്കെന്താ? എന്നാ എനിക്ക് ചിലതറിയാം. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാ. പുതിയ കോളും കൊണ്ട് ഇറങ്ങിക്കോ അല്ലേ? നീ കരുതും പോലെ സ്വന്തവും ബന്ധമൊന്നും ഇല്ലാത്ത അനാഥനോ
ഒരു രാത്രിയില് പറക്കും തളികയിൽ വന്നിറങ്ങിയ ഏലിയൻ കുഞ്ഞൊന്നും അല്ല ശരത്ത്. ശ്രാവൺ എന്നൊരു പേരിനെ കുറിച്ച് ശരത്ത് എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പറയില്ല. ഈ പറഞ്ഞ ശ്രാവൺ ശരത്തിന്റെ സഹോദരനാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ജീവിച്ചിരിപ്പില്ലെന്നാ മറ്റൊരു വിവരം. നിങ്ങൾ ചുമ്മാ കെട്ടുകഥയും കൊണ്ടൊന്നും വരല്ലേ. ഞാൻ പറയുന്ന വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിശ്വസിക്കാൻ വേണ്ട. നിന്റെ ശരത്തേട്ടനോട് തന്നെ ചോദിക്കേ. നിങ്ങൾക്കിടയിലെ ഗാഠവും ദൃഢവും അഗാധവുമായ സ്നേഹത്തിന് ഇളക്കം തട്ടുകയും വേണ്ട. ഉള്ള തലച്ചോറും ഉണ്ട്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ ശരത്തേട്ടന്റെ ദുരൂഹ ഫോൺ സംഭാഷണങ്ങളെക്കുറിച്ച്, രഹസ്യ യാത്രകളെക്കുറിച്ച്, തമിഴ്നാട്ടിലെ തണ്ണിമത്തൻ തോട്ടവും സൂര്യകാന്തി പാടവും ഒക്കെ വാക്കുകളിലൂടെ വർണ്ണിച്ചു കേട്ടതല്ലാതെ നീ കണ്ടിട്ടുണ്ടോ? പണി ഏതാണ്ട് പൂർത്തിയായി എന്ന് പറഞ്ഞ ആ വില്ല നീ കണ്ടിട്ടുണ്ടോ? ആരാ അമുദം? അറിയോ നിനക്ക്? ശരത്തിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സമറിന് ആക്സിഡന്റ് പറ്റുന്ന എന്നാ? അച്ഛൻ നിന്നോട് സമറിന്റെ ഫോൺ നമ്പർ ചോദിച്ചതിന്റെ 3-ാം പക്കം. എല്ലാം കൂടി കണക്ട് ചെയ്ത് സമയം പോലെ ചിന്തിച്ചു നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും. നിന്റെ ശരത്തേട്ടൻ ഒരൊറ്റ വരി ഉത്തരം അല്ല, മറിച്ചൊരു സബ്ജക്റ്റ് ആണെന്ന്. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നിനക്കെന്താടി എന്നെ കാണുമ്പോ ഇത്ര പാട്ട്? നിന്നോടുള്ള പ്രേമം കൊണ്ടാടാ. നിനക്ക് എന്നെ കാണുമ്പോഴൊക്കെ പാടാൻ തോന്നാറില്ലേ? അപ്പൊ എനിക്കും തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. ശ്രാവണ